വാഹനം സർവീസിന് കൊടുക്കും മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? അതായത് നിങ്ങളുടെ വാഹനത്തിന് പണി കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി വെച്ചോ, ആവശ്യം വരും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി, MJ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ 4 ചുറ്റുമുള്ള ഫോട്ടോസ് മസ്റ്റായിട്ടും നിങ്ങൾ തന്നെ എടുത്തിരിക്കണം. അതായത് റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് 4 ചുറ്റുമുള്ള ഫോട്ടോസ് വാഹനത്തിൻ്റെ സർവീസ് സെൻറ്ററിൽ വെച്ച് തന്നെ നിങ്ങളൊരു ഫോട്ടോ എടുത്തോണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്കുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ വല്ലതും ഈ ഒരു ബോഡിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കാനും, അതുപോലെ തന്നെ സർവീസ് കഴിഞ്ഞ് കിട്ടുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സ്ക്രാച്ചസോ വല്ലതും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത്, അതായത് ആ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും രീതിക്കുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി റെസ്പോൺസിബിൾ ആണ്, നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. വാഹനത്തിലുള്ള എല്ലാ ഗാഡ്ജറ്റ്സും, അതായത് വിലപിടിപ്പുള്ള എല്ലാ ഗാഡ്ജറ്റ്സും നിങ്ങൾ മറക്കാതെ സർവീസ് സെൻറ്ററിൽ കൊടുക്കും മുമ്പ് തന്നെ വാഹനത്തിൽ നിന്നും എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. കാരണം കമ്പനി ഒരിക്കലും ഈ ഒരു ലോസിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല, അത് മറക്കരുത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ കിലോമീറ്റർ അഥവാ ഓഡോമീറ്റർ റീഡിംഗ് എത്രയാണെന്നുള്ള കൃത്യമായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് മാത്രം ഷോറൂം വിട്ട് പോകാവുള്ളൂ. അതായത് നിങ്ങൾ വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡോമീറ്റർ റീഡിംഗ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം ഒരു വാഹനം സർവീസ് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ആ വാഹനം ആവറേജ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു ഇൻഫർമേഷൻ വേണം. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവറായിട്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻസൈഡ് ഒരു 15 കിലോമീറ്റേഴ്സ്, ഇനി എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള വാഹനമാണെങ്കിൽ അതിനനുസരിച്ച് ഡ്രൈവ് വേണ്ടി വരും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ഓവർ ഹീറ്റ് ആയൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30+ കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ ഒരു നോർമൽ സർവീസ് വാഹനമാണ്, ഒരു എക്സാമ്പിൾ ഒരു സെക്കൻഡ് സർവീസ് അഥവാ ഒരു തേർഡ് സർവീസ് വാഹനമാണെങ്കിൽ മിനിമം ഒരു 5 കിലോമീറ്റേഴ്സിനകത്ത് ഡ്രൈവ് ചെയ്താൽ മതി. ഇനിയൊരു പെയ്ഡ് സർവീസ് അഥവാ ഒരു 20,000 കിലോമീറ്ററിൻ്റെ സർവീസ് കഴിഞ്ഞതാണെങ്കിൽ ഏകദേശം ഒരു 15 to 20 കിലോമീറ്റർ അത് ഡ്രൈവ് ചെയ്താലും പ്രശ്നമില്ല. 15 മതി. എന്നാലും ഞാനൊരു 20 വരെ പറഞ്ഞെന്നുള്ളൂ. കാരണം കൂടുതൽ ലെവൽ കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത്ര ഒരു കിലോമീറ്റർ റേഞ്ചിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുക. ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ മറക്കാതെ നോക്കിക്കോണം, നിങ്ങളുടെ ഫ്യൂവൽ ഗേജിൽ എത്രത്തോളം ഫ്യൂവൽ ഉണ്ടെന്നും. വാഹനം തിരിച്ച് കിട്ടുന്ന സമയത്ത് ഒരു കട്ടയൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് നോർമലാണ്. ഇനി അതല്ല, ഏകദേശം ഹാഫ് ടാങ്കോളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്, തിരിച്ച് വാഹനം കിട്ടുമ്പോൾ ബ്ലിങ്കിങ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള എൻക്വയറി നിങ്ങൾ ഉറപ്പായിട്ടും നടത്തിക്കോണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ സേഫ്റ്റി സൈഡാണ്, അതായത് നിങ്ങൾ വാഹനം കൊടുക്കുമ്പോൾ ഉള്ളൊരു സേഫ്റ്റി സൈഡാണ്. ഇനി പറയാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ആദ്യം തന്നെ വാഹനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ സർവീസ് അഡ്വൈസറിനെ ഏൽപ്പിക്കുമ്പോൾ അവരോട് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കംപ്ലയിൻസ് എല്ലാം പറയണം. അതായത് നമുക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഫീൽ ചെയ്യുന്നു അതെല്ലാം വളരെ കൃത്യമായിട്ട് അവരോട് പറയുകയും വേണം. അതെല്ലാം അവർ ജോബ് കാർഡിൽ നോട്ട് ചെയ്തു എന്നുള്ളത് കൺഫേം ആകണം. കാരണം ജോബ് കാർഡിൽ ഈ പറഞ്ഞ വർക്കുകളെല്ലാം വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കംപ്ലയിൻസ് എല്ലാം മാറത്തുള്ളൂ. ഇൻ കേസ് ജോബ് കാർഡ് വന്നില്ല, അഡ്വൈസർ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിക്കോളാം, നോക്കിക്കോളാം വേണ്ട. കാരണം അവർക്ക് 100 കാര്യങ്ങളാണ്. ജോബ് കാർഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കംപ്ലയിൻറ്റിന് പരിഹാരം ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരിഹാരം ഉണ്ടായില്ലെങ്കിലും അടുത്തൊരു സമയത്താണെങ്കിലും നമുക്ക് വാഹനം കൊണ്ട് കൊടുക്കുമ്പോൾ പറയാം, കഴിഞ്ഞ സർവീസിൽ ഞാനിത് മെൻഷൻ ചെയ്തു, അന്നേരം ക്ലിയർ ആക്കി തന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് കാർഡിൽ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ മാത്രം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം ആരും മറക്കരുത്. ഇനി അടുത്ത കാര്യമാണ് മെയിൻ. അതായത് നിങ്ങൾ വാഹനം കൊണ്ട് കൊടുത്ത് ജോബ് കാർഡ് എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ടെസ്റ്റ് ഡ്രൈവ് മസ്റ്റായിട്ടും എടുത്തോണം. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടെയും കംപ്ലയിൻസുകൾ കിട്ടും. അതായത് നമ്മൾ സ്ഥിരം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു അഡ്വൈസറോ അഥവാ ഒരു ടെക്നിക്കൽ അഡ്വൈസറോ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ കുറേയേറെ കംപ്ലയിൻറ്റുകൾ അവർക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളോട് പറഞ്ഞു തരും, ക്ലിയർ ആക്കണോ വേണ്ടോ എന്ന് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി തന്നെ പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഉറപ്പായിട്ട് എടുത്തോണം. എന്ത് തിരക്കാണ്, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞാലും, കാരണം പലരും പറയുന്നൊരു കാര്യം, തിരക്കാണ് നിങ്ങൾ നോക്കിക്കോ, അത് ചെയ്യരുത്. വർഷത്തിലൊന്നായിരിക്കും നമ്മൾ സർവീസിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോഴായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തിരിക്കണം. എന്നാൽ ചില കംപ്ലയിൻസ് ഒക്കെ ലോങ് ഡ്രൈവ് ഓടിച്ചാലേ കിട്ടത്തുള്ളൂ. അതായത് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഈ കംപ്ലയിൻറ്റ് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ ഈ കംപ്ലയിൻറ്റ് വരൂ എന്ന് പറയുന്ന ചില റെയർ കംപ്ലയിൻസ് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അന്നേരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തതിന് ശേഷം സർവീസ് സെൻറ്ററിലൊന്ന് ഇൻഫോം ചെയ്യുക, ഞാൻ ഇത്ര മണിക്ക് അവിടെ എത്തും എന്ന് പ്ലാൻ ചെയ്ത് അവരെ ഇൻഫോം ചെയ്യുക. അതിന് മുമ്പായിട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസം രാവിലെയോ നിങ്ങളൊരു ഡ്രൈവ് പോയി നേരെ
ഷോറൂമിലോട്ട് അഥവാ സർവീസ് സെൻറ്ററിലോട്ട് കൊണ്ടുകൊടുക്കുക. സർവീസ് സെൻറ്ററിലെ ആൾക്കാരെയും കൂടെ കയറ്റി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ആ കംപ്ലയിൻറ്റ് അവരെ കാണിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റെക്ടിഫൈ ആകുന്നതായിരിക്കും. അല്ലാതെ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മളോട് വന്നിട്ട്, അതായത് ഞാൻ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കാരണം ഞാൻ ഒരു 10 വർഷത്തോളം സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തതാണ്. നമ്മളോട് വന്നിട്ട് പറയുന്നൊരു കംപ്ലയിൻറ്റ്, ഏകദേശം ഒരു 30 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ ഒരു സൗണ്ട്. പക്ഷേ ഒരിക്കലും നമുക്കൊരു സർവീസ് സെൻറ്ററിൽ നിന്ന് അത്രയും കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. റെയർ കേസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു സമയം, ഫ്യൂവല് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് സ്ട്രെയിറ്റ് സർവീസ് സെൻറ്ററിലോട്ട് വരിക, കംപ്ലയിൻറ്റ് കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം കൂടെ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കുക. മനസ്സിലാകുന്ന കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതാണ്. സർവീസിന് കൊടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ വെയിറ്റ് ആൻഡ് ടേക്ക് എടുക്കാൻ ശ്രമിക്കുക. അതായത് അവിടെ വെയിറ്റ് ചെയ്ത് സർവീസ് കഴിഞ്ഞ് വാഹനം എടുക്കാൻ ശ്രമിക്കുക. അത് മൈനർ സർവീസ് ഒക്കെ ആണെങ്കിൽ. ഇനി മേജർ സർവീസ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ കാര്യം സാധിക്കുന്നതല്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷനാണ്, വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി വരുന്നത്. ബില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തോണം. അതായത് വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തോണം. അപ്പോൾ അന്നേരം അവർ പറയും വാഷ് ചെയ്യുന്നേ ഉള്ളൂ, വാഷിങ് കഴിയട്ടെ, അതായത് ഓക്കെ അത് കഴിയട്ടെ, അത് കഴിഞ്ഞ് ബില്ല് ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ തീർന്നോ എന്ന് കൺഫേം ആക്കുക. 2, വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ ഈ പറഞ്ഞ ഫോട്ടോസ് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും രീതിക്കുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. 3-മത്തെ കാര്യം, ഫുൾ വർക്ക് കഴിഞ്ഞ് വാഹനം കണ്ടീഷൻ ആയിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. അതായത് വാഹനം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടുതൽ തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോയി വാഹനം നമ്മൾ നേരത്തെ ഓടിച്ച സമയത്തുണ്ടായിരുന്ന കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന്, അതായത് സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഹനത്തിന് വേറെ പ്രശ്നങ്ങൾ വന്നിട്ടില്ലല്ലോ എന്നും കൂടെ നമുക്ക് അറിയണ്ടേ, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ബില്ലിങ് ചെയ്ത് വാഹനമായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സിൽ റേറ്റ് കൂടുതലാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത്ര റേറ്റ് കൂടുതലുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കുകൾ മാത്രമാണോ, അതായത് നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമുള്ള വർക്ക് മാത്രമാണോ ചെയ്യുന്നത്? ഇങ്ങനൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉടനെ തന്നെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് പലരും എന്നെ വിളിച്ച് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് രാജേഷേട്ടാ ഈ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം അവർ ചെയ്തു, ഇത് ആവശ്യമാണോ അല്ലെങ്കിൽ അത് ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടായിരിക്കണം. വാഹനമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, ഒരുപാട് ഉപകാരപ്പെടും. കാരണം പലരും പ്രശ്നത്തിലാകുന്ന പല സാഹചര്യങ്ങളും കാരണങ്ങളും ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.